ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു നെറ്റ് വ്ലോഗ്. ഇന്ന് ബുധനാഴ്ചയാണ് 22-ാം തീയതി. നമ്മൾ ഭൂതക്കുഴി പാറ അല്ലെങ്കിൽ ഭൂതക്കുഴി എന്ന് ഇവിടെ അറിയപ്പെടുന്ന സ്ഥലമുള്ള തിരുവല്ലയിൽ. അപ്പോൾ അവിടെ പോയായിരുന്നു. അതിൻ്റെ ഇൻട്രോ ഞാൻ എടുത്ത് വെച്ചു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്ന് ബുധനാഴ്ചയാണ് 22-ാം തീയതി. നമ്മൾ പോയത് തിങ്കളാഴ്ച, അതായത് ഈ തിങ്കളാഴ്ച പറഞ്ഞതിൻ്റെ 20-ാം തീയതി. എന്നിട്ട് നമ്മൾ എറണാകുളത്തിൽ പോയായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് പോയാൽ ഞാനപ്പോൾ ഇൻട്രോ എടുക്കാനാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു നെറ്റ് വ്ലോഗ്. ഗൈസ്, ബൈ ദ വേ, നമ്മളിപ്പോൾ നിന്ന സ്ഥലം ഇൻട്രോ എടുത്ത് ഇവിടെ നിന്നാണ് താണ്ട വണ്ടി ഇരിക്കുന്നത്. ഇതുണ്ട, നമ്മൾ ആ റോഡിങ്ങോട്ട് കയറി തന്നെ. ഇതാണ് നമ്മുടെ ആ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് നമ്മുടെ നമ്മുടെ പമ്പയാറാണ് ഈ കാണുന്നത്. ഇതുണ്ട, നല്ല രസമല്ലേ ഇവിടുത്തെ വ്യൂ. ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ റീൽസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൻ്റെ 2-3 റീൽസൊക്കെ ഇതിൻ്റെയൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്തെണ്ണം വന്നിട്ടുണ്ട് റീസെൻ്റായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫോൺ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ തിരുവല്ല വ്ളോഗിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്തതിൻ്റെ മൈക്ക് വെച്ചതിനകത്ത് സൗണ്ട് കിട്ടിയിട്ടില്ല. നല്ല ഒച്ചക്കുറവുള്ള പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് മൈക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടില്ല. അതും കൂടെ നോക്കിയിട്ട് വേണം ഇന്നത്തെ വ്ളോഗ് കൂടെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. സമയം 10-11 നമ്മൾ ഇന്നേരം ഇവിടെ നിന്ന് എറണാകുളം പോവുകയാണ്. എന്നിട്ട് ആണ് പരിപാടി. അപ്പം ഇന്ന് പോണതിൻ്റെ വീഡിയോ വേണേൽ കാണിക്കാം. ഇന്ന് ചിലപ്പോൾ മറ്റേ റൂട്ടായിരിക്കും പോകുന്നത്. കോട്ടയം മറ്റേ ഇവിടെ നിന്ന് കറങ്ങി കയറി ചൊല്ലുമായിരിക്കും. പുതുപ്പള്ളി കോട്ടയം റൂട്ടാകാനാണ് സാധ്യത. നോക്കട്ടെ. എന്തായാലും ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല രസമാട്ടോ ഇവിടെ വൈകിട്ടൊക്കെ. എനിക്ക് ഇവിടെ ചൂണ്ടയിക്കിടുന്ന ആൾക്കാർ വരും. ഈ ഒരു വൈബ് വേറെ കിട്ടിയല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യം അതാണ്. നമ്മുടെ പുതിയ ഫോണൊക്കെ വന്നിട്ട് കുറേ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് അങ്ങനെ നിൽക്കാൻ ടൈം കിട്ടിയില്ല. വന്ന് പിറ്റെടുത്ത് അല്ലെങ്കിൽ അന്ന് വൈകിട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ അടുത്ത ദിവസം പോകും. എന്നാലും ഇനി ഇവിടെ അങ്ങനെ ഞാൻ കറങ്ങാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ഭൂതക്കുഴി എത്തിയിട്ട് കാണാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കോറി പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ പോലെയൊക്കെ എനിക്ക് മറ്റേ ഗൂഗിൾ മീൻസ് ഫോട്ടോയും റീൽസൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ നല്ല രസമാണ്. പാടമൊക്കെ ഉണ്ട്, ഇതുപോലത്തെ വയലൊക്കെ ഉള്ളൊരു ഏരിയ. അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നല്ല രസമല്ല. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റാണ് കാണിക്കുന്നത്. നമ്മളപ്പോൾ പോകുന്നില്ല, മീൻസ് ഇത് റൂട്ട് മാപ്പ് നോക്കിയപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിക്കാണ് കാണിച്ചത്. ചങ്ങനാശ്ശേരി ആ റൂട്ടെന്നാണ് കാണിച്ചത്. അതായത് ഞാൻ ഓർത്ത് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താണ് ഈ റോഡിലേക്ക് കയറിയത്. അതായത് നമ്മുടെ കല്ലിശ്ശേരിയൊക്കെ പോകുന്ന റൂട്ട്. ഇത് നമ്മുടെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓർഡർ എന്നാണ് തന്നെ. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ ഞാൻ അവിടെ ചെന്നിട്ട് ഓരോന്ന് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ആദ്യം പോയി നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാമെന്ന് വിചാരിക്കും. എന്നിട്ട് വേണം ഈ വ്ളോഗ് ഇടണോ വേണ്ടതെന്ന് നോക്കാം. കണ്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നല്ല രസം. ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട്. മീൻസ് ഞാൻ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് പോയ സ്ഥലങ്ങളൊന്നും കുഴപ്പമില്ല. ഇതുവരെ ഞാൻ കണ്ടുപിടിച്ച് പോയത് അല്ല. എനിക്ക് ആ പാടെ ഞാൻ കണ്ടുപിടിച്ച് പോയതല്ല. നമ്മൾ ഓൾറെഡി പോയിട്ട് രണ്ടാമത് പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ പരുന്തുംപാറ. മാത്രമേ എനിക്ക് അങ്ങനെ പോയിട്ട് പരുന്തുംപാറ നമ്മുടെ വളഞ്ഞങ്ങാനൊക്കെ കാണുമ്പോഴാണ്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പോയ വേനൽ സമയത്തുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പരുന്തുംപാറയൊക്കെ കണ്ടിട്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വേനൽ സമയത്ത് ഏത് ഏത് നല്ല മലയുടെ മുകളിൽ ചെന്നാലും ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ കത്തി കരിഞ്ഞ് നിൽക്കും. പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് ഇപ്പോൾ എത്ര മണി 10-19 ആയിട്ടുണ്ട്. സോ നല്ല വെയിലുണ്ട്. എനിക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ എന്ത് വെയിലാണ്. ഒന്നാമത് നമ്മുടെ മറ്റേ ഇതാണ് ഒരുമാതിരി മലപ്രദേശമാണ്. അതായത് കോറി പോലത്തെ ഒരു സ്ഥലം. അപ്പൊ പിന്നെ ഉച്ചക്കടിക്കുന്ന വെയിലാണ്. ഞാൻ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ തീരുമാനിച്ചപ്പോൾ അതൊക്കെ പോകാമെന്ന് വിചാരിച്ചു. തിരക്കും ബഹളമൊന്നും ഇല്ലാണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ മൈൻഡ് ഇപ്പോൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ വഴിക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ലെഫ്റ്റ് റൈറ്റൊക്കെ ഉണ്ടെന്ന്. ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഇപ്പം ഈ വരുന്ന ഓർഡറിൽ നിന്ന് 3 കിലോമീറ്ററാണ് കറക്റ്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും ഈ ഏരിയ. തിരുവല്ലയുള്ളവർക്ക് ഒരു ഇത് അറിയാൻ പറ്റുമായിരിക്കും. പുറത്തുനിന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. ഇതൊരു അണ്ടർറേറ്റഡ് സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരിക്കാനാണ് സാധ്യത. എന്നാൽ അധികം ആരുടെ ശല്യം തോന്നുന്നില്ല ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ കയറാൻ പറ്റുമോ എന്നറിയത്തില്ല. കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിയാണ്. ഒരു കോറി പോലത്തെ ഒരു സ്ഥലം. നമ്മൾ ഈ കോറി ഉപേക്ഷിച്ച് പോകുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് കോറിയിൽ കണ്ട് നല്ല പരിചയമായതുകൊണ്ടും കോറി കുറേ സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും മലപ്പുറത്തായാലും തൊടുപുഴ വന്നിട്ട് തൊടുപുഴ കോറികളെല്ലാം കയറി ഇറങ്ങി കാടും മുള്ളും നിറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. ഇനി തൊടുപുഴയിൽ കോറികളൊന്നും കാണാൻ വഴിയില്ല. കോട്ടയത്തും അത്യാവശ്യം എരുമേലി ഭാഗത്തും വന്ന് കണ്ടിട്ടുണ്ട്. കുറേ കോറികൾ കണ്ട് പരിചയമുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു പേടി. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലമാണ്. പിന്നെ എനിക്ക് പക്ഷെ വലിയ അത്ഭുതം തോന്നാൻ വഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ അങ്ങനെ വല്ല സ്ഥലമാണെങ്കിൽ എനിക്ക് വലിയ പുതുമ തോന്നുന്ന സ്ഥലം തോന്നത്തില്ല. ഞാൻ ചെന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കോറികൾ കണ്ട് ശീലമായതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നാണ് ഡൗട്ട്. പിന്നെ ഇനി ഈ ഏരിയ തന്നെ ആയിരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് തന്നെ.
അപ്പോഴും കാണേണ്ടി വരും. പിന്നെ ഇവിടെ അങ്ങനെ സ്ഥലങ്ങൾ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ ഇപ്പം തന്നെ ഈ സ്ഥലം ഞാൻ കേട്ടിട്ട് പോകില്ലേ, ഊതക്കുഴി എന്നും പറഞ്ഞു. കുറേ മറ്റേ സൂയിസൈഡ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്ന അങ്ങനത്തെ ഒരു സ്ഥലം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുറേ പേരൊക്കെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ, കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ട് അവിടെ. അതായത് ഈ കാണാൻ വന്നിട്ട് കാല് തെറ്റി വീഴുക, അങ്ങനെ തെന്നി വീഴുക, മീൻസ് കൊക്ക പോലത്തെ എന്താ പറയുന്നത്, അതിനെ കൊക്കയാണ്. അതായത് നമ്മുടെ കോറി എങ്ങനെ ഇരിക്കും അതാണ് സെറ്റപ്പ്. ഇവിടുന്ന് എങ്ങോട്ടേ റൂട്ട് മാറി, ഒരു മിനിറ്റ്, റൂട്ട് മാറി. നമ്മൾ റൂം കൂട്ടാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വർത്താനം പറഞ്ഞ് പോയ കാരണം റൂട്ട് മാറി ബാക്കോട്ടാണല്ലോ പോകുന്നത്. ഇവിടുന്ന് റൈറ്റൊക്കെ പറയുന്നു. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോക്ക് ഇതുണ്ട്, ഫ്ലിക്കറിങ് ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള വൈബ്രേഷൻ വരുമ്പോഴത്തേക്ക് ഫ്ലിക്കറിങ് അടിക്കുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റോ ബ്രോ ഇരിക്കട്ടോ പറഞ്ഞിട്ടില്ല. അല്ല ഈ ഒരു ഫ്ലിക്കറിങ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരുമാതിരി മറ്റേ ഇങ്ങനെ ഒരു സാധനം മേലെയും താഴേന്ന് മേലോട്ട് എന്താ പറയുക, നമ്മുടെ ഗെയിംസ് പോലത്തെ ഒരു സാധനം പോകുന്നുണ്ട് വൈബ്രേഷൻ അടിക്കുമ്പോൾ. പക്ഷെ വണ്ടി മീൻസ് സ്റ്റേബിളായിട്ട് ഓടുമ്പോഴത്തേക്കും ആ പ്രശ്നം വരുന്നില്ല നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയ്യൊക്കെ കൊടുത്ത് വരുമ്പോൾ ആ വൈബ്രേഷൻ അടിക്കുമ്പോഴാണ് ഫ്ലിക്കറിങ് അടിക്കുന്നത്. നമ്മുടെ മോട്ടോറോളയിൽ ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. മോട്ടോറോള സേഫ് എന്ന് പറഞ്ഞാൽ മറ്റു മോട്ടോറോള G32, എൻ്റെ പഴയ G32 ഇക്കാര്യത്തിൽ പുലിയായിരുന്നു. കുറച്ച് ക്ലാരിറ്റി എന്നാലും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ആ ഒരു പൈസക്കുള്ള പണി ആ ഫോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് താഴെയിട്ട് എൻ്റെ ക്യാമറയ്ക്കൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതാണ് ഒരുവിധമൊക്കെ മങ്ങലും പൊടിയൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫോണ് ആ പൈസക്കുള്ള ഫോണുണ്ട്. ഇതും അത് തന്നെ പൈസക്ക് ഉള്ളതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേലെ എന്നാണ് പറയാം. മീൻസ് ലെഫ്റ്റോ ഒരു ഏത് പറമ്പിലേക്ക് പോകണ വഴി ഇത് തന്നെയാണോ അവിടെ വഴി? ഇതൊരുത്തൻ്റെ വീഡിയോക്കകത്ത് കൊടുത്ത ലൊക്കേഷനാണ് മീൻസ്. എനിക്ക് അറിഞ്ഞൂടാ എന്താവുമെന്ന്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇതൊരു S20 പിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കാം. S20 ഒപ്പം നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും പറയാത്തത്. അപ്പം അവിടെ പറയാൻ വേണ്ടി ഒന്നും കാണില്ല. ദൈവമേ, ഇതേതോ പറമ്പിലേക്ക് പോകുന്ന റോഡാന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയുടെ റോഡ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ നോക്കണം. എവിടെ മനുഷ്യവാസമൊന്നും ഇല്ലേ? ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു. ഇതിന് ഏതായാലെന്നായിരിക്കും ചന്ദ്രനെയും ഒന്നും നോക്കും. ഈ ഗൗസ് വിട്ട് താണ്ടൊരു കയറ്റം. ഇത് മിക്കവാറും സെപ്പറേറ്റ് വീഡിയോ ആക്കേണ്ടി വരും. കാര്യം ഞാനിത് ഫുൾ ലെങ്ത്തിൽ വീഡിയോ പറഞ്ഞു പോകാൻ പോവാ. എൻ്റെ ആറ്റുകാലം വെച്ച് ഇതിൻ്റെ കയറ്റവും. ഈ ഒന്നാമത്തെ കാര്യം വീഡിയോ റെക്കോർഡ് ഗൂഗിൾ മാപ്പ് എല്ലാം ഒരു ഫോണിലായതുകൊണ്ട് പറയണത് നമ്മൾ അറിയത്തില്ല. അത് കാരണം ഞാൻ ഈ പറഞ്ഞു പോവുകയും ചെയ്യും, നമ്മൾ വർത്താനം പറഞ്ഞങ്ങ് പോവുകയും ചെയ്യും, മാപ്പ് കടന്നു പോവുകയും ചെയ്യും. മോനെ ഈ ഓടിച്ച് പ്രശ്നം. ഞാൻ എന്തായാലും ഈ റോഡ് നല്ലത് മാറുമെന്ന് അറിയട്ടെ, എന്നിട്ട് വരാം. ഇല്ലെങ്കിൽ മാപ്പും പോവും, ഞാനും പോവും. ഞാനൊരു വഴിക്ക് പോവും, മാപ്പ് വേറെ വഴിക്ക് പോവും, വണ്ടി വേറെ വഴിക്ക് പോവും. എന്താണ് തിങ്കളാഴ്ചയാണല്ലോ, ദീപാവലില്ലേ, പിള്ളേരുടെ സ്കൂളിൽ പോയി. അയ്യോ, ഞാനൊന്ന് മാപ്പ് നോക്കണം, റോഡ് നോക്കണം. ഇച്ചിരി ഹൊറിബിൾ ഗൈസ്, ഇച്ചിരി സീനാണേ, സ്വല്പം പെശകാണേ. അവിടെ നല്ല റോഡൊന്നും ഇല്ലടി. പഞ്ചായത്തിൽ എവിടെയും സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞ് കിടക്കുന്നു. ഇവിടുന്ന് ഒരു റൈറ്റ് കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻ എത്തിയ ഇവിടെ എവിടെയാണ് സാധനം ലൊക്കേഷൻ കാണിക്കുന്നത്? എൻ്റെ ദൈവമേ, എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? നമ്മൾ മാറിപ്പോയി. നമ്മൾ അവിടുന്ന് കയറിയപ്പോഴത്തേക്കും ഈ ഒരു വഴി കയറി. ഇതുണ്ടോ, ഇങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കാൻ ഞാൻ കുറച്ച് കയറ്റം ഇപ്പോൾ കയറി വന്നു. ഞാൻ പകുതി വെച്ച് റെക്കോർഡ് ചെയ്തത് ചേച്ചി ഒരു അമ്മമ്മോട് വഴിയിൽ നിന്ന് കഞ്ഞോളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എടി ഇത് അടുത്താ കേട്ടോ. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ? നമ്മളിപ്പോൾ ഒരു കല്ലിശ്ശേരിയിൽ നിന്ന് ടേൺ ചെയ്തത്. നമ്മളിപ്പോൾ ഓതറയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കല്ലിശ്ശേരി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകുന്നത്. ഇതെന്തോ കോറിയതുണ്ടോ? ഇതാണ് ലൊക്കേഷൻ. അവിടെ ഭൂതക്കുഴി, ഇതാണ് ഭൂതക്കുഴി. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? ഇതേതോ മലയുടെ മേളിലേക്കാണല്ലോ കയറിച്ചിരിക്കണത്. ഇവിടെ ഭൂതക്കുഴി എന്നെ കൊന്ന് കൈസ്. ഇവിടെ അടുത്താണ്. എന്തോ ഒരു മലയുടെ മണ്ട കാണുന്നുണ്ട് കൈസ്, അറിവെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു ലൊക്കേഷൻ. കൈസ് ലൊക്കേഷൻ എത്തിയതുണ്ട്. ഒമ്പോ ഇവിടെ പാർക്കിംഗ് ഉണ്ടോ? വിഷയം. ഒരു മിനിറ്റ്, വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കൈസ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ടായി. ഏതോ കപ്പളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇത് കണ്ടോ ഗൈസ്, മോനി എന്തത്? നോക്ക് ഗൈസ്, ഇതെന്തോ കോറി ചെയ്തോണ്ടായിരുന്നു.
ഇത് കോറി ചെയ്തോണ്ടാ കേട്ടോ. കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കോറി ആയിരുന്നു. ഇത്ര ആഴത്തിൽ നിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടി പോലും കിട്ടില്ല. ഇത് കോറി ആയിരുന്നിരിക്കാം. മോനെ ഇങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട് കേട്ടാ. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ ഇത് കപ്പിൾസ് ആയിരുന്നു. അവരോട് ഞാൻ ഇപ്പോൾ ചോദിച്ചു, അവരവിടുന്ന് കയറി വന്നാണ്ടോ എന്ന് ചോദിച്ചത്. അവരപ്പം അങ്ങോട്ട് പോയി. ലൊക്കേഷൻ കാണിച്ച സ്ഥലം ഇതാണ്. മോനെ ഇതിച്ചിരി സീനാണ്. ഇതിച്ചിരി എനിക്ക് പേടിയാണ്. ഇത് കണ്ടോ എന്റെ മോനെ, രണ്ട് സൈഡിലും പാറക്കുളം, അവിടെ പാടം, ഇങ്ങോട്ട് നടക്കാനുള്ള വഴിയുണ്ട്. ഇവിടെ നിന്നാണ് കുറെ സൂയിസൈഡുകൾ ഉണ്ടായ പോലത്തെ ഒരു സ്ഥലം. ഇതിച്ചിരി കഠിനമാണ് ഗൈസ്. കണ്ടോ അവിടെ എന്തോ ഒരു അമ്പലം ഉണ്ട്, നിങ്ങൾക്ക് കാണാവില്ലല്ലേ? ആണ്ടേ ഇതുണ്ടോ ഒരു അമ്പലം? അമ്പലല്ലേ ഇത്? കണ്ട ഗൈസ് ഇത്രയും താഴ്ചയുണ്ട്. അങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അധികം റിസ്ക് എടുക്കാനില്ല. ഇത് കണ്ടോ എനിക്ക് പേടിയാവണം ഇങ്ങനെ നിന്നിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോറി ഇതുണ്ട് ലവ് ഷേപ്പിലൊക്കെ. ഇതെന്തിരിത് എന്താ ലവ് ഷേപ്പ്? ഇവിടെ മറ്റേ ഹെലിക്കം, ഐ മീൻ ഡ്രോൺ ഉപയോഗിച്ച് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പൊളിയായിരിക്കും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റും. പക്ഷേ ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ ഒന്ന് പേടി. എനിക്ക് കൈ വിറയ്ക്കുന്നു ഗൈസ്. സത്യം പറയാൻ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. മോനെ എന്തോ ഇതിച്ചിരി സീനാ ഗൈസ്. ഞാൻ പ്രതീക്ഷ പോലെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്തെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഒരു കോറി ലെവലാണ് ഉദ്ദേശിച്ചത്. കോറി തന്നെ പണ്ട് കോറി ആയിരിക്കാനാണ് സാധ്യത. കാര്യം ഇത്രയും പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നടക്കാനേ പേടിയാണ്. പക്ഷേ ഈ വിഷ്വൽ അടിപൊളിയാട്ടെ. ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഉയ്യോ എത്ര അടി താഴ്ച ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഒരു ഇവിടുന്ന് വേണം ഉറപ്പായിട്ട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളാണ് ഇത്. മറ്റേ ഇതാണ് നമ്മുടെ കോറിയാണ്. കോറി കുഴിച്ചെടുത്ത സ്ഥലം ഇത്. അപ്പോൾ ഇവിടെ എന്തായാലും പാറ ഉണ്ടാവും അടിയിൽ. കാര്യം കോറി കണ്ട് ശീലമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഉറപ്പായിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതിനടിയിലൊക്കെ ഫുള്ള് പാറ കഷ്ണം കാണും. വീണ് കഴിഞ്ഞാൽ അപ്പം ചെതറും. അതെന്തായാലും ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് അവിടെ ഒരു മതയുണ്ട്. അങ്ങോട്ടാണോ പോയിട്ട് വരേണ്ടത്? ഒരു പുള്ളി പറഞ്ഞാൽ വീടിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ടെന്ന്, അവിടെ കാണാനെന്നാണ് പറഞ്ഞത് ആ ചെക്കൻ, ആ പയ്യൻ. പക്ഷേ ഈ വിഷ്വൽസ് എവിടെയും കിട്ടില്ല. എന്തായാലും വേസ്റ്റായില്ല വന്നത്. പക്ഷെ എനിക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം പേടിയാണ്. എന്താ ഇതിട്ട് ദൈവം, എനിക്ക് കൈയും കാലൊക്കെ വറച്ചിട്ടുന്നില്ല. ഇതാണ് നമ്മളെ ഞാൻ മറ്റേ ഇതിന് കണ്ടത്. ഈ ഒരു കുറ്റിയൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുമായിരിക്കും. നമ്മൾ അത്ര റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് തിരിച്ച് എറണാകുളം ചെല്ലാൻ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കുന്നില്ല. പക്ഷേ ഇത് മോനെ വിഷയം. ഇവിടുത്തെ നിന്നുണ്ടോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെയാണ് വണ്ടി കൊണ്ട് വെച്ച് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ കാറൊക്കെ വരുവാണെങ്കിൽ സൂക്ഷിച്ച് വരണം. കുഞ്ഞി വഴിയാണ്. ബൈക്കിനൊക്കെ കയറി പോരാ. എനിക്കൊന്നും ബൈക്ക് ഇവിടം വരെ വെക്കായിരിക്കും. ഇവിടം വരെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരാം. കാര്യം റോഡാണ്. ആ റോഡ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ബൈക്കൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം. ബൈക്ക് വേണമെന്നുള്ളവർക്ക് റിസ്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അല്ലാത്തവർ വേണമെങ്കിൽ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ ഓടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിലും തിരിച്ച് കയറ്റി കൊണ്ടുപോകാൻ അറിയാമെങ്കിലും കൊണ്ടുപോകാം. അതെന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഇതാണ് കെയർ. നമ്മൾ വരുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാലിനായിട്ട് കുതിരവട്ടം പപ്പ് പറയുന്നതല്ല, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനും തവിട് പൊടിയും. പിന്നെ മറ്റേ കല്ല് പൊടിക്കുന്ന പോലെ ഒന്ന് പൊടിച്ചങ്ങ് എടുക്കും. കണ്ടോ ഞാൻ ചുമ്മാ പറയുന്നുണ്ട്. ഇത്രയും താഴ്ചയുണ്ട്. ഇതിച്ചിരി കഠിനമാണ് കേസ്. ഞാൻ എന്തായാലും തിരുവല്ലയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും മാറി നിൽക്കട്ടെ. എനിക്ക് പേടിയാണ്. എനിക്ക് ഇത്ര ഹൈറ്റ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പേടിയുണ്ട്. ഹൈറ്റ് നമ്മുടെ ജീവിതത്തിലും കൊതിയുണ്ട്. ഹൈറ്റ് ഫിയർ ഉണ്ട്. ഇനി ഞാൻ റീൽസിനുള്ളൊരു സാധനം സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി പരിപാടി കുറച്ച് ഫോട്ടോ എടുക്കണം. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ട്, കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് നമ്മൾ അപ്പുറം ഇങ്ങോട്ട് വന്ന് ഞാൻ റീലിനുള്ള കിലോമീറ്ററൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം തിരുവല്ല ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ പച്ചവുണ്ട്. 8.7 കിലോമീറ്ററാണ് തിരുവല്ല ടൗണിൽ നിന്ന്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയിൽ നിന്ന് നമ്മുടെ കല്ലിശ്ശേരി ചെങ്ങന്നൂരൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് കല്ലിശ്ശേരി വഴി ചെങ്ങന്നൂർ പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ. അവിടെ കുറേ മീൻസ് കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻസ് ഒരു കൊച്ചും കുറച്ച് പെണ്ണുങ്ങളും വന്നിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വന്ന് അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ കല്ലിശ്ശേരി റൂട്ടാണ്. കല്ലിശ്ശേരിയിൽ നിന്നാണ് ഒരു ലെഫ്റ്റ് കട്ടിങ് വരും. ഒരു പെട്ടെന്ന് അറിയത്തില്ല, മാപ്പിട്ട് വരുന്നതായിരിക്കും നല്ലത്. കല്ലിശ്ശേരി നമ്മുടെ ആ പാലം, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന കയറി നമ്മളൊരു പാലത്തേക്ക് കയറും. അതായത് ഓതറ റൂട്ടാണ് കറക്റ്റ്. ഓതറയിൽ നിന്ന് കല്ലിശ്ശേരി പോകുന്ന റൂട്ട്. ഓതറ വഴി ചെങ്ങന്നൂർ പോകുന്ന റൂട്ടാണ് കറക്റ്റ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പം തിരുവല്ലയിൽ നിന്ന് വരുവാണെങ്കിൽ 8 കിലോമീറ്റർ, 8.7 കിലോമീറ്റർ. ചങ്ങനാശ്ശേരി എന്നൊക്കെയാണ് 18 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ നിന്നാണെങ്കിൽ എന്തായാലും നല്ല കിലോമീറ്ററാണ്. ആലപ്പുഴയിൽ നിന്ന് അങ്ങനെ എറണാകുളത്ത് നിന്നൊക്കെ വരുന്നതിന് അതനുസരിച്ചുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ നിന്ന് തിരുവല്ലയ്ക്ക് തന്നെ 65 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കിലോമീറ്റർ തിരിപ്പം ഞാൻ വന്ന ഈ ഓതറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കറക്റ്റ് 65 കിലോമീറ്റർ ഉണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് അതായത് കണിച്ചളങ്ങരയിൽ നിന്ന് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കിലോമീറ്റർ കൂട്ടിയാൽ മതി. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഓതറയ്ക്ക് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ് 99 കിലോമീറ്റർ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതനുസരിച്ച് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ എക്സ്ട്രാ കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. മൊത്തം പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഒരു 100 മേൽ കിലോമീറ്റർ കാണും. ആലപ്പുഴയിൽ നിന്ന് ഒരു 60, 65, ഒരു 70 കിലോമീറ്റർ കൂട്ടിക്കോ. അത്രയൊക്കെ കാണുമായിരിക്കും ഇങ്ങോട്ട്. കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നതാണ് നല്ലത്. ഭൂതക്കുഴി എന്നാണ് ലൊക്കേഷൻ. വൈകിട്ട് തന്നെയാണ് നല്ലത്. എന്നെപ്പോലെ ഉച്ചപ്രാന്തം വെയിലത്ത് വന്നുള്ള അവസ്ഥ ഇതാണ്. വൈകിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ടോ. നല്ല ഈ പാടശേഖരം അങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് പോകാം. പിന്നെ ഇത് കോറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോറി ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ്. എനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ട്. ഞാൻ അന്നേരം തൊട്ട് വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യം അത് കോറി തന്നെയാണത്. കണ്ടാലേ മനസ്സിലാവും ഇതൊരു കോറി ആയിരുന്നു. പിന്നെ ഇപ്പോൾ കോറി
നിർത്തിയായിരിക്കും പൊട്ടിക്കാനായിട്ട് മാക്സിമം പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ കൂടുതൽ ഇനി പൊട്ടിച്ച് കഴിഞ്ഞ് മല മൊത്തത്തിൽ പോകും. സർക്കാർ ഇപ്പോൾ ലിമിറ്റ് വെച്ചിരിക്കുന്ന കാരണം പൊട്ടിച്ച് തീർത്താണോ അതോ മറ്റേ ഇത് അതിനൊരു ഇത് കൊടുക്കുമല്ലോ, ഭൂമിയോളജി എന്താ പറയുന്നത്, ഭൂമിയോളജി ആർക്കിയോളജി എന്താ അതിന് പറയുന്നത്, ഈ പൊട്ടിക്കുന്നതിന് പെർമിഷൻ കൊടുക്കുന്ന ടീം അവർ ഇത്ര പെർമിഷൻ ഇത്ര വർഷത്തേക്കോ അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് കൂടുതൽ പൊട്ടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇപ്പോഴാണോ പണ്ടാണോ എന്നറിയത്തില്ല. ഇപ്പോൾ ഉണ്ട്. കാര്യം ഞാൻ കോറി നിന്നുകൊണ്ട് ഇങ്ങനെ കേട്ട് അറിയാവുന്നതോടെ ഞാൻ പറഞ്ഞു. മീൻസ് കോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്കവേറ്റർ ഫീൽഡാണ്. ഇത് പൊട്ടിക്കുന്ന വണ്ടീൻ്റെ സർവീസ് എഞ്ചിനീയറാണ് ഞാൻ. അതായത് ഹുഡായിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഹിറ്റാച്ചിലേക്ക് കയറുന്നേ ഉള്ളൂ. ഈ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ മലകൾ തുരക്കുന്ന മെഷീനാണ് നമ്മുടേത്. അതിൻ്റെ സർവീസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ. ആ ഒരു ഞാനാണ് ഇവിടെ നിന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് കുറേ കോറികൾ കണ്ട് ശീലമുണ്ട്. മലപ്പുറത്ത് ഞാൻ എപ്പോഴോ ഞാൻ റീൽസിലോ വീഡിയോയിലോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ കോറി അത് പക്ഷേ കോറിയാണ്, ഇപ്പോഴും കോറി തന്നെയാണ്. ഇതുപോലെ പൊട്ടിച്ചിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും ഇല്ല. പക്ഷേ ഈ ഒരു സാധനം ഇതെനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഈ ഒരു സംഭവം ബോണസാണ് കേട്ടോ. ഇതൊക്കെ ഇത് ബോണസ് അല്ല, ഇതാണ് സർപ്രൈസ് ആയത്. എനിക്ക് ഇങ്ങനത്തെ വൈബ് ഭയങ്കര ഇഷ്ടമുള്ള ആയത്. പാടശേഖരം പരിപാടി പാലക്കാട് തൈര് സാധം അങ്ങനെയല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാൽ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഈ ഇങ്ങനത്തെ വ്യൂ മീൻസ് പാടശേഖരം. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോഴും ഈ അമ്പലപ്പുഴ റൂട്ട് വരുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, അമ്പലപ്പുഴ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതാണ്. അമ്പലപ്പുഴ റൂട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി നമ്മുടെ AC റോഡിൽ കൂടെ വരുമ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കാര്യം അതാണ്. ഈ ഒരു സാധനം ഇത് നൊസ്റ്റു ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നൊസ്റ്റു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പാടശേഖരങ്ങൾ എവിടെ കണ്ടാലും ഞാൻ വീഡിയോ റീൽസ് എങ്ങനെയെങ്കിലും ഞാൻ എടുത്താണെങ്കിലും പിന്നെ അതിനകത്തിരുന്ന് വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. കാരണം ഇതേപോലത്തെ സ്ഥലമാണ് നമ്മളെ വീടിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെയാണ് നമ്മുടെ അതായത് അളിയൻ്റെ വീടാണ്. അത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് എത്തി. എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ കറക്റ്റ് പറഞ്ഞാൽ ഓതറയെന്ന്. എനിക്ക് ആ വഴി കിടന്ന് തപ്പി പറഞ്ഞാണ് ഇച്ചിരി പ്രശ്നം വന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് എത്തി ഞാൻ. അവിടെ നിന്ന് വിട്ട് ഇവിടെ വന്നു തീർന്നു കണ്ടു. ഇനി അപ്പുറത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ പയ്യനല്ല കപ്പിൾസ് അവിടെ നിന്ന് നടന്നു. ഞാൻ അവിടെ എന്താ നോക്കിയിട്ട് ഇവിടെ നിന്ന് എന്തായാലും സൈൻ ഓഫ് കേട്ടോ. അതുങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. അവിടെ ഒറ്റ എനിക്ക് അറിഞ്ഞൂടാ. സോ ഇത് എന്തായാലും എനിക്ക് വേണം. ഇത് ഞാനിങ്ങനെ എടുക്കുക. നല്ല വെയിൽ പറ്റുവാണെങ്കിൽ ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ 10:49 ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഒരു വെള്ളം കരുതുന്ന നല്ലതായിരിക്കും. പരിസരത്തെങ്ങും കടയില്ല. താഴെ നമ്മൾ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാലേ കട കണ്ടിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്ന വയ്ക്കൊന്നും കടയും കാര്യങ്ങളൊന്നുമില്ല. സോ വെള്ളം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു വെള്ളം കരുതുന്നത് നന്നായിരിക്കും. വെള്ളമോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ പരിസരത്തെങ്ങും കടയില്ല. ഇതൊരു അണ്ടർ റേറ്റഡ് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അണ്ടർ റേറ്റഡ് അല്ല. ഓക്കെ വൈകിട്ട് രാവിലെ വല്ല ജസ്റ്റ് വന്ന് ഇരിക്കാൻ ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്ത കൂട്ടത്തിൽ ജസ്റ്റ് കയറിയിട്ട് പോകണവർ പോകാം എന്നാ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇതിനായിട്ട് വരുന്നവർ വരണ്ട. കാര്യം ഇതിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കാണാനുള്ളത്. ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കാനാണ് സാധ്യത. നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോകുന്ന വൈകിട്ട് നമുക്ക് ആ ബീച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ ആലപ്പുഴ ബീച്ചോ അല്ലെങ്കിൽ ചെട്ടിയുണ്ട് മഴക്കുളം അങ്ങനെയുള്ള ബീച്ചുകൾ നമ്മൾ പോയി വൈകിട്ടിരിക്കും ജസ്റ്റ് ചില്ല് ചെയ്യാനെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഉള്ളവർക്ക് കാണാൻ ഇങ്ങനൊരു സ്ഥലമുള്ളതുകൊണ്ട് പോയി വൈകിട്ടുള്ളവർ ഇവിടെ വന്നിരിക്കും. അങ്ങനെ വരുന്നവർക്ക് അങ്ങനെയൊക്കെ വന്നിരിക്കും. ഇവിടെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു അറിയാതിരിക്കാൻ ആർക്ക് സാധ്യതയില്ല. ഞാൻ ഇതിനെപ്പറ്റിയൊന്നും നോക്കിയില്ല. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ഞാൻ കണ്ടത്, എനിക്ക് അതിന് അയച്ചു തന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അന്ന് വന്നപ്പം എനിക്ക് അയച്ചു തന്നത് കഴിഞ്ഞ വരവിന് വന്നപ്പോൾ. പക്ഷെ അന്ന് ഞാൻ ബസ്സിന് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ബസ്സിനാണ്. അടുത്ത പ്രാവശ്യം ബൈക്കിന് വരുമ്പോൾ സെറ്റാക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. അവിടെ ആൾ നിൽപ്പുണ്ടല്ലേ, കൂട്ടർ കഴിച്ചോ സൂമ ചേട്ടായി താണ്ടെ കാണൂലല്ലേ. അത് ആളാവേസ് ആളാണ് നോക്കൂത്തിയാണ് അനങ്ങനില്ലല്ലോ. ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഷീറ്റ് ഇട്ട് വെച്ചേക്കുവാണ്. ഷീറ്റാ സോറി ആളല്ല. ഞാൻ അവിടെ നിൽക്കുന്ന ആരും ആണെന്ന് അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം മനസ്സിലായ ആളല്ലെന്ന്. ഇനി അപ്പുറത്ത് എന്താ അവിടെ നോക്കിയിട്ട് വരാം ഗൈസ്. ഓ ഈ ഫോൺ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വരുന്നവർ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ സ്ഥലം തിരുവല്ല പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ വേറെ സ്ഥലം കണ്ടതെന്ന് കാണാൻ. എനിക്കെന്തായാലും ഇനിയാണ് റിസർച്ച് ചെയ്യാൻ. ഇനി എന്തായാലും ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ കറങ്ങാൻ പോയി. എനിക്കെന്തായാലും ഇനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടേക്ക് എന്തായാലും വൈകിട്ടൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് വല്ലാണ്ട് അനുഭവിച്ചു. അങ്ങോട്ട് പോകാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ വീടിൻ്റെ അപ്പുറം ഇവിടെ പോകണമെന്ന പയ്യൻ പറഞ്ഞു. എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു വഴി കാണുന്നുണ്ട്. ഇതും തരുന്നു കാടാ. ഇതാണോ പയ്യൻ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ അലമ്പ് കാണിക്കാനൊന്നും വരണ്ട. അയ്യോ ഇവിടെ തുണി ഉണക്കായിട്ടിരിക്കുകയാണ് കരീസ്. ഞാൻ ഒരു മിനിറ്റ് ഇവിടെയൊക്കെ തുണി ഉണക്കായിട്ടിരിക്കുകയാടേ. പയ്യൻ പറഞ്ഞ വീടിൻ്റെ അതിലെ കൂടെ കണ്ട് പോകണമെന്നാണല്ലോ പറഞ്ഞത്. ഇവിടുന്ന് വഴിയോ? ഇവിടെ ഒന്നുമില്ല. ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് തുണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇവിടെ ഇതാണോ ഉള്ളത്? അയ്യോ ഇതാണ് ഇവിടെ ഉള്ളത്. എന്നൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. കൈസ് ബൈ ദ വേ ഇതണ്ട
നിങ്ങൾ അവിടെ ഒരു ഇത് കാണാണ്ട, അവിടെ ഒരു പാറ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. തമ്പുരാൻ എന്തോ വീണ് അപ്പൊ ചെങ്ങനെടുത്ത് ചാടിയേ, എന്തോ വീണ് അതാണ് ഓളടിക്കുന്നത്. എന്തോ ഒരു മുതുക്ക് സാധനമാണ് വീണത്. വല്ലവനും എടുത്ത് ചാടിയെന്ന് പറയത്തില്ല. ദൈവം കൊലക്കേസിന് ഉത്തരം പറയണം. അതൊന്നും വേണ്ട. നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ, ഞാൻ നല്ല രീതിയിൽ വിയർത്ത് ഒലിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകണമെന്നുണ്ട്, റിസ്ക് എടുക്കണ്ട. നല്ല ഫോട്ടോസ് വൈകിട്ട് വരാൻ നല്ല രസമായിരിക്കും ഇവിടെ. ഇതാണ്ടോ അവിടെ ഒരു സുന ഉണ്ടോ, ഷെഡ് പോലത്തെ എന്തോ ഫോട്ടോസ് ആക്കി അവിടെ ഉണ്ടോ ഒരു ഷെഡ് എന്തോ. ഇവിടെ എന്തോ ഒരു അമ്പലമുണ്ട്. ഇങ്ങോട്ടേക്ക് പോണ വഴിയാണോ ഈ കാണാനെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പോണ്ടി വരും അമ്പലത്തിലേക്ക്. ഇല്ല അവിടെ അറ്റയില്ല, എനിക്കൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണം. അമ്പലമാണോ വീടാണോ അറിയത്തില്ലല്ലോ. വിളക്കൊക്കെ ഇരിപ്പുണ്ട്, അമ്പലമാവാനാണ് സാധ്യത. എന്റെ ദൈവം, കൊള്ളാം. എന്നെ പോലെ ഈ സമയത്ത് വന്ന് ഇങ്ങനെ അഴിവണ്ട, എന്താ ഇങ്ങനെ അഴിവണ്ടി വരികയില്ല. ഒരു വൈകിട്ടോ രാവിലെയൊക്കെ വന്ന് കാറ്റ് കൊണ്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെപ്പോലെ ഒരു അഴിവാൻ നിന്ന് കഴിഞ്ഞാൽ അഴിവിത്തിരി. അപ്പം എന്തായാലും പോവാം. കുറേ നേരം നിന്ന് കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് അടിക്കണ വെയില്ല. അതുകൊണ്ടാ കാർമേഘം നോക്കൂ, നല്ല രസമുണ്ടല്ലോ കാർമേഘം കാണാൻ. മഴക്കാറില്ല. ഇതുവരെ ഇതിലൊക്കെ മലകളാണ് തെളിഞ്ഞ് കാണുന്നത്. അതൊക്കെ ഏത് മലയാണെന്നോ, അതൊക്കെ പത്തനംതിട്ടയായിരിക്കും. അല്ല റാന്നിയെ കോന്നിയൊക്കെ ആയിരിക്കും. ഇത് അങ്ങ് ദൂരെ ഇത് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വട്ടം വിളിച്ചൊക്കെ വരും കേട്ടോ. അങ്ങ് ഇതുവരെ എന്തോ ഒരു മല കാണാണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷെഡ്. ഇതുകൊണ്ട് അവിടെയാണ് മല. ഫോൺ ഹീറ്റായി കേട്ടോ. എനിക്കിനി അവിടെ എറണാകുളം വരെ എത്താനുള്ളതാണ്. ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈകിട്ട് ഞാൻ വീഡിയോ എടുത്ത് അവിടെ നിന്ന് 90% ചാർജ് ചെയ്താണ് പോകുന്നത്. എനിക്കെന്തായാലും ഒരു ഡേ ഫുള്ളൊന്നും കിട്ടിയില്ല. ഫുൾ ബ്രൈറ്റ്നസ്, വീഡിയോ റെക്കോർഡ്, മാപ്പ്, സോങ്, ഇതൊക്കെ ഇത്രയും ഇട്ടിട്ട് വന്നിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങി ആ സമയത്ത് വന്നപ്പം 33% കണ്ടായി ചാർജ് ഫുൾ ബ്രൈറ്റ്നസ്സിൽ. എന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ വരുന്നുണ്ട്. പക്ഷെ ഇത് അതിൻ്റെ ചെയ്തിട്ട് എനിക്കിനി എറണാകുളം പിടിക്കണം. പുഴഞ്ഞ് ഞാൻ ചത്ത്. അയ്യോ പക്ഷേ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു പാടമൊക്കെ കാണിച്ചു. അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കി വന്നവഴിക്ക് എവിടെയെങ്കിലും പാടം കാണുമെന്ന്. ഇനി ഈ പാടാണ് ചെറുക്കൻ ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിഞ്ഞിടത്തോ ആ കാണുന്നത്. പക്ഷെ അത് റോഡുണ്ടായിരുന്നു. റോഡിൽ കൂടെ ചെറുക്കൻ സൈക്ലിങ് ചെയ്യുന്ന ഒരു പയ്യനാണ്. എനിക്ക് പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാറ്റുണ്ട് കേട്ടോ, ഒരാശ്വാസം. എന്തായാലും ഒരു റീലിനുള്ള പരിപാടി കൂടെ സെറ്റ് ചെയ്തിട്ട് തെറിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇനിയുള്ളത്. ഇനി എന്തായാലും എറണാകുളത്തെത്തട്ടെ, എന്നിട്ട് വരാം. പോണതിൻ്റെ വീഡിയോ ഇനി എന്തായാലും എടുക്കണില്ല. ഇതൊക്കെ തന്നെ ധാരാളം. ഇത് തന്നെ ഒരു വീഡിയോക്കുള്ളതുണ്ട്. ഞാൻ കൂട്ടത്തിൽ അതും കൂടെ ആഡ് ചെയ്ത് എനിക്ക് ഓൾറെഡി ഇപ്പം തിരിച്ചു പോണ വീഡിയോ കൂടെ എടുത്ത് കഴിഞ്ഞാൽ ശരിയായ കാര്യം. തിരുവല്ല വ്ളോഗ് കിടക്കും, നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് വളരെ സെറ്റപ്പ്. അതുപോലെ തന്നെ ഇനി തിരിച്ചു പോകണം കൂടെ എടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ഷൂട്ട് ചെയ്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കാണും. ഇന്നൊരു ദിവസമേ ഉള്ളൂ. നാളെ ഇനി ജോയിൻ ചെയ്യാൻ പോകേണ്ട കാരണം നാളെപ്പാടി ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ മൈക്ക് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് കണ്ടിരിക്കുന്നു. ഇതിനകത്ത് മൈക്കൊക്കെ വീട്ടിൽ പോയിരുന്നു. സൗണ്ട് ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. എനിക്കറിയാം സൗണ്ട് ക്വാളിറ്റി ഒരു അടഞ്ഞ സൗണ്ടായിരിക്കും. അതായത് ഒരു പതിഞ്ഞ സൗണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ. അതെന്തായാലും ഇനി മൈക്ക് പുതിയ മേടിക്കാൻ ഉദ്ദേശം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്കിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്റിൻ്റെ സൗണ്ട് അങ്ങനെ അത്ര കേൾക്കുന്നില്ല. എൻ്റെ സൗണ്ട് തന്നെ ഇറച്ചിക്കുന്നു. പക്ഷേ ആ മൈക്ക് ഞാൻ അതായത് ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഏരിയയിലായിട്ടാണ് മൈക്ക് വരുന്നത്. അതായത് നമ്മൾ മാസ്ക് ഉണ്ടല്ലോ, മാസ്കെ കൊളുത്തിട്ടിരിക്കുകയായിരുന്നു. അതായത് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ മൈക്ക് വെച്ചത്. നമ്മുടെ ഹെൽമെറ്റ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ മൈക്ക് വെച്ചത്. അതുകൊണ്ടാണ് അത്ര സൗണ്ട് കുറവ്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ, ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങോട്ട് വന്ന വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഞാൻ മാസ്കിൻ്റെ ഈ ഒരു അടിയിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അത് കാരണം വായും താഴത്തായതുകൊണ്ട് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഇത്രയും എത്രയായിരുന്നു, 600 അല്ല, 600 ആകാനാണ് 600 സംതിങ് ആണ്. 600 ആണോ 500 ആണോ അറിയത്തില്ല. അത്ര ഏതാണ്ടായി, ഞാൻ റേറ്റ് മറന്നുപോയി. ഞാൻ അന്ന് വീഡിയോയിൽ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞില്ല 590 കേട്ടോ. അങ്ങനെയാണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ മറന്നുപോയി. അപ്പോൾ ആ റേറ്റിന് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ അവർക്ക് സൗണ്ടൊക്കെ ഇറച്ചി കേൾക്കും. ഞാൻ അതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന വ്ളോഗ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ എപ്പോഴും കാണിക്കുന്ന റോഡാണ്, വന്ന റോഡാണ്. ഇത് തന്നെ ഞാനിപ്പം ഒരു 4ാമത്തെ വീഡിയോ തിരുവല്ല പോക്കി 4 അല്ല 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട്. ബസ്സിന് തന്നെ ഓൾറെഡി 3 വീഡിയോ ഉണ്ട്. അതുകൂടാതെ ബൈക്കിന് വന്നത്, അമ്പലപ്പുഴ വഴി വന്നതും ചങ്ങനാശ്ശേരി വഴി വന്നതും എല്ലാ വഴി വന്നതിൻ്റെയും വീഡിയോ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടുതലാണ് വീഡിയോ. തിരുവല്ല വ്ളോഗ് തന്നെയുണ്ട് കുറേ. അതുകൊണ്ട് ഞാൻ എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇവിടെ തീപ്പെട്ടി കിടക്കണമെന്നാ, തീപ്പെട്ടി പുള്ളി ഇവിടെ ആരടാ തീ ഇടാൻ വന്നത്. എനിക്ക് ഈ ഒരു പോയിന്റ് കണ്ടോ ഈ സുന, ഈ ഇവിടെ കണ്ടോ ഇവിടെ കുഴി കാണുന്നത്, ഇത് നമ്മുടെ മറ്റേ സുനാപ്പി വെക്കുന്നത്. അതായത് നമ്മുടെ പാറ പൊട്ടിക്കാൻ വേണ്ടി മറ്റേ ഇത് കയറ്റുമല്ലോ, അതിനാണ് പറയുന്നത് ഡൈനാമിറ്റ് അല്ലല്ലോ അതിന് പറയുന്നത്. അത് നമ്മളെ പൊട്ടിക്കാൻ വേണ്ടി കുഴിക്കുന്ന, അതായത് ഇവന്മാർ അതിന് അങ്ങനെ ഉണ്ടാക്കിയ വഴിയായിരിക്കും ഇത്. അതിങ്ങനെ ഇവർ ഇതിനകത്തോട്ട് ആ സുനാപ്പി കയറ്റും. അതായത് നമ്മുടെ ഡൈനാമിറ്റോ എന്താ അതിന് പറയുന്നത്,
പൊട്ടിക്കുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഡൈനാമിറ്റ് അങ്ങാണ്ട് അത് ഇതിനകത്തോട്ട് കയറ്റി വെക്കും. എന്നിട്ട് അവർ മേളിൽ നിന്ന് മറ്റേ വയർ കൊടുത്തിട്ട് ഇത്ര ദൂരത്തിൽ നിന്നിട്ട് അത് ഓണാക്കി വെച്ച് അവർ പോകും. അന്നേരമാണ് ഇത് പൊട്ടും. ഇത് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ പെട്ടെന്ന് വരും. അതിന് വേണ്ടി കുഴിച്ചിരിക്കണമാണ് ഈ തുളകളെല്ലാം. ഇവിടെയൊക്കെ ആ തുളയുണ്ട് കണ്ടാ, ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇത് കോറി ഇപ്പം ആളില്ലാത്ത കോറി ആയതേ ഉള്ളൂ. ആൾക്കാർ ചാടി ചാകാൻ വേണ്ടി വന്ന സ്ഥലം. അത് ഇതുപോലുള്ള വെറൈറ്റി പരിപാടിയായിട്ട് മറ്റൊരു വീഡിയോ ഇട്ട് വരാം. അതെന്തായാലും വെറൈറ്റി ഒന്നുമല്ല, എന്നാലും കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടു. ഇവിടെ ഇത്ര അടുത്ത് പോകണ വഴിക്ക് എന്തായാലും വന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നു. അതുകൊണ്ടാണ് ഈ 11 മണിക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വൈകിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്, ഇന്നലെ വൈകിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കാന്ന് പ്ലാൻ ചെയ്ത കാര്യം. 3 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, വണ്ടി എടുത്തെങ്കിൽ പോകണം, എന്ത് പാടിരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ എറണാകുളത്തെത്തിയിട്ട് വരാം.